വളരെ ശ്രദ്ധിച്ച് നമുക്ക് എങ്ങനെ ബാങ്കിലെ ചാർജുകൾ ലാഭിക്കാമെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം ATM സർവീസ് ചാർജുകളാണ്. സാധാരണയായി ഒരു മാസം സ്വന്തം ബാങ്കിന്റെ ATMൽ നിന്ന് 5 തവണയും മറ്റ് ബാങ്കുകളുടെ ATMൽ നിന്ന് 5 തവണയും മാത്രമേ നമുക്ക് സൗജന്യമായി പണം പിൻവലിക്കാൻ കഴിയൂ. ഇതിൽ കൂടുതൽ തവണ ഉപയോഗിച്ചാൽ 20 മുതൽ 25 രൂപ വരെ ഓരോ ഇടപാടിനും ബാങ്കുകൾ ഈടാക്കുന്നുണ്ട്. ഒരു മാസം വെറും 4 തവണ അധികമായി പണമെടുക്കുന്ന ഒരാൾക്ക് വർഷം 1200ഓളം രൂപയാണ് വെറുതെ നഷ്ടമായി പോകുന്നത്. അതുകൊണ്ട് മാസം തോറുമുള്ള ATM ഉപയോഗം ഒന്ന് ക്രമീകരിച്ചാൽ ഈ തുക തീർച്ചയായും നമുക്ക് ലാഭിക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ബാലൻസ് ഇല്ലാതെ പണം പിൻവലിക്കാൻ ശ്രമിക്കുന്നതാണ്. അക്കൗണ്ടിൽ പണമില്ലെന്നറിയാതെ ATMൽ നിന്ന് പണം പിൻവലിക്കാൻ ശ്രമിച്ചാൽ ട്രാൻസാക്ഷൻ പരാജയപ്പെടും. പക്ഷേ നിങ്ങളൊരു ഇടപാട് നടത്തിയതായിട്ടാണ് ബാങ്കിലെ രേഖകളിൽ കാണപ്പെടുന്നത്. നിങ്ങൾക്ക് സൗജന്യമായി അനുവദിച്ചിരിക്കുന്ന എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞു എന്ന് അർത്ഥം. ഇതിനും ബാങ്കുകൾ വലിയൊരു തുക പിഴയായി നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. ഇതൊഴിവാക്കാൻ ATMൽ കയറുന്നതിന് മുൻപ് തന്നെ ബാങ്ക് ആപ്പുകളോ UPI ആപ്പുകളോ ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ പണമുണ്ടോ എന്ന് ബാലൻസ് പരിശോധിക്കുന്നത് ഒരു നല്ല ശീലമാക്കി മാറ്റുക. മൂന്നാമതായി, ബാലൻസ് പരിശോധിക്കാൻ ATM ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. ചിലരുടെ ശീലമാണ് ബാങ്കിൽ എത്രമാത്രം പണം കിടപ്പുണ്ട് എന്നറിയാൻ വേണ്ടി ഇടയ്ക്കിടെ ATMൽ കൊണ്ട് കാർഡ് ഇൻസർട്ട് ചെയ്ത് ബാലൻസുകൾ പരിശോധിക്കും. മുൻപ് ഇത് സൗജന്യമായിരുന്നു. ആ ഒരു ശീലത്തിൽ നിങ്ങളിത് ചെയ്യുമ്പോൾ ഈ ഇടപാടും നിങ്ങളുടെ സൗജന്യ ഇടപാടുകളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ചില ബാങ്കുകൾ ബാലൻസ് പരിശോധനയ്ക്ക് 7 രൂപ മുതൽ 10 രൂപ വരെ ഈടാക്കാറുണ്ടെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലെ ആപ്പുകൾ വഴി വളരെ സൗജന്യമായി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ബാലൻസ് അറിയാൻ മൊബൈൽ ആപ്പുകൾ തന്നെ പരമാവധി ഉപയോഗിക്കുക. നാലാമത്തെ കാര്യം, നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ATM കാർഡിന്റെ വാർഷിക ഫീസാണ്. ഒരു കാർഡിന് വർഷം 200 മുതൽ 500 രൂപ വരെ ബാങ്കുകൾ മെയിൻ്റനൻസ് ചാർജ് ഈടാക്കാറുണ്ട്. നമ്മിൽ പലർക്കും ഒന്നിലധികം ബാങ്കുകളിൽ അക്കൗണ്ടും അവയോടനുബന്ധിച്ചുള്ള കാർഡുകളും കാണും. ഒരാൾക്ക് 4 ബാങ്കുകളിൽ അക്കൗണ്ടും ATM കാർഡുകളും ഉണ്ടെന്ന് കരുതുക. 500 × 4 2000 രൂപ നഷ്ടമാക്കുന്നുണ്ടെന്ന് സാരം. ആവശ്യമില്ലാത്ത കാർഡുകൾ ഒഴിവാക്കി ഒന്ന് മാത്രം നിലനിർത്തിയാൽ ഒരു വലിയ തുക തന്നെ നിങ്ങൾക്ക് വർഷാവർഷം ലാഭിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ATM ഉപയോഗിക്കുമ്പോൾ പണം ലാഭിക്കാനും സുരക്ഷിതമായിരിക്കാനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. സൗജന്യ ഇടപാടുകളുടെ എണ്ണം ശ്രദ്ധിക്കുക. ആ ഇടപാടുകളുടെ പരിധി കഴിഞ്ഞാൽ ബാക്കി ഇടപാടുകളെല്ലാം തന്നെ ഫോണിൽ നിന്നും സാധിച്ചെടുക്കുക. മൊബൈൽ ആപ്പുകൾ വഴി ബാലൻസ് പരിശോധിക്കുക. ബാലൻസ് അറിയാൻ വേണ്ടി മാത്രം ATM ഉപയോഗിക്കുന്ന ശീലം നിരുത്സാഹപ്പെടുത്തുക. നിങ്ങൾ ATMനുള്ളിലായിരിക്കുമ്പോൾ ATM ഉപയോഗിക്കാൻ പ്രയാസം എന്തെങ്കിലും നേരിട്ടാൽ ബാങ്ക് ജീവനക്കാരുടെ മാത്രം സഹായം തേടുക. അപരിചിതർക്ക് നിങ്ങളുടെ കാർഡ് കൈമാറാനോ പിൻ നമ്പർ പറഞ്ഞു കൊടുക്കാനോ ഒരിക്കലും ശ്രമിക്കരുത്. നിങ്ങളൊരു ATMനുള്ളിൽ ആയിരിക്കുമ്പോൾ കാർഡ് ഇടുന്ന സ്ലോട്ടിലോ കീപാഡിലോ അസ്വാഭാവികമായി എന്തെങ്കിലും ഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അവിടെ ഇടപാട് നടത്താതിരിക്കുന്നതാവും നിങ്ങൾക്ക് നല്ലത്. ഇനി രസീതുകളെ സംബന്ധിച്ചാണ്. ATMൽ നിന്ന് ലഭിക്കുന്ന രസീതുകൾ അവിടെ തന്നെ ഉപേക്ഷിക്കുന്ന ശീലം ചിലർക്കുണ്ട്. അതിൽ നിങ്ങളുടെ അക്കൗണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം ശീലങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്.